സിനിമയുടെ വിലാസത്തിൽ രാഷ്ട്രീയത്തിലെത്തിയ സുരേഷ് ഗോപി MP മാത്രമല്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ളത്. രാമു കായാട്ടും ലെനിൻ രാജേന്ദ്രനും മുരളിയും എല്ലാം സുരേഷ് ഗോപിക്കും എത്രയോ മുൻപ് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. ഇവരെല്ലാം സ്ഥാനാർത്ഥിമാരുമായിരുന്നു. നാടകക്കാരൻ O മാധവൻ മകൻ എന്ന വിലാസത്തിനും ഏറെ സിനിമാക്കാരൻ എന്ന വിലാസമാണ് M മുകേഷിനെ നിയമസഭയിൽ 2 വട്ടം എത്തിച്ചത്. KB ഗണേഷ് കുമാറിനാണെങ്കിൽ സിനിമയിലെ വിലാസത്തെക്കാൾ പിതാവിന്റെ രാഷ്ട്രീയ വിലാസമാണ് ഉപകരിച്ചത്. ഗണേഷ് കുമാറിനെതിരെ ജഗദീഷിനെയും ഭീമൻ രഘുവിനെയും മത്സരിപ്പിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഉരുളക്കുപ്പേരി. മുകേഷിനെയും ഇന്നസെന്റിനെയും ഒക്കെ ഇടതുപക്ഷം മത്സരിപ്പിക്കുമ്പോൾ ഐക്യമുന്നണിക്ക് വേണ്ടി ജഗദീഷും ധർമ്മജൻ ബോൾഗാട്ടിയും മത്സര രംഗത്തിറങ്ങുന്നത് കേരളം കണ്ടതാണ്. പ്രേം നസീർ ആണെങ്കിൽ പണ്ടേ രാഷ്ട്രീയത്തിലിറങ്ങി മാതൃക കാണിച്ചതുമാണ്. രാജീവ് ഗാന്ധിയിൽ നിന്ന് കോൺഗ്രസ് അംഗത്വം നേടുകയും 1987 തിരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും പ്രചാരണത്തിന് പോവുകയും ചെയ്തു. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിറയിൻ കീഴിൽ നിന്ന് മത്സരിക്കാനിരുന്നപ്പോഴായിരുന്നു അപ്രതീക്ഷിത അന്ത്യം. പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും ആരാധിച്ചത് കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ലല്ലോ. കോൺഗ്രസുകാർക്കും പ്രേം നസീർ എന്ന നടന്റെ ജീവനായിരുന്നു. ഐക്യമുന്നണിക്കായി പ്രേം നസീർ ഇറങ്ങിയാൽ മധുവിനെയോ ഷീലയെയോ ഇപ്പുറത്ത് കിട്ടുമോ എന്ന് നോക്കുന്നതാണ് രാഷ്ട്രീയത്തിലെ രീതി.